കരുതലും കൈത്താങ്ങുമുള്ള കണ്ണൂരിൻ്റെ മണ്ണിൽ പേരാവൂരിലെ സാധാരണക്കാർക്കും കർഷകർക്കും സാമ്പത്തിക ഊർജം പകരുന്ന ധനകാര്യ സ്ഥാപനമാണ് തൊണ്ടിയിൽ സർവീസ് സഹകരണ ബാങ്ക്. കഴിഞ്ഞ 7 ദശാബ്ദക്കാലമായി പ്രാദേശിക മേഖലയിലെ ജനങ്ങളുടെ ജീവിത നിലവാര സൂചികയ്ക്ക് ആവേഗം നൽകുന്ന ഈ സഹകരണ ബാങ്ക് കഴിഞ്ഞ 10 വർഷമായി ലാഭത്തിൻ്റെ നേർവഴിയിലാണ്. അർപ്പണതയും അച്ചടക്കവുമുള്ള ജീവനക്കാരും സഹകാരികളും ഭരണസമിതിയും നൽകുന്ന അനുസ്യൂതമായ പിന്തുണയാണ് ഈ സഹകരണ ബാങ്കിനെ പുരസ്കാര നെറുകയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ആ വിജയഗാഥ നമുക്ക് കാണാം. തൊണ്ടിയിൽ സർവീസ് സഹകരണ ബാങ്ക്, സഹകരണത്തിന്റെ വിജയഗോപുരം. നമുക്ക് ഒരു യാത്ര പോകാം. കേരളത്തിന് വടക്ക് ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും സഹകരണ പ്രസ്ഥാനത്തിൻ്റെയും ഈറ്റില്ലമായ കണ്ണൂരിലേക്ക്. അർപ്പണതയുടെയും അതിജീവനത്തിൻ്റെയും വിപ്ലവത്തിൻ്റെയും കരുത്തുറ്റ നാടാണ് കണ്ണൂർ. വാഗ്ബടാനന്ദിൻ്റെയും AKGയുടെയും K കരുണാകരൻ്റെയും കണ്ണൂർ. കാലത്തിൻ്റെ തഴമ്പ് കൈകളിൽ പടർന്ന ബീഡി തൊഴിലാളികളുടെ നാട്. കശുവണ്ടിയുടെയും കൈത്തറിയുടെയും ഊര്. കൂത്തുപറമ്പ് പിന്നിട്ട് കാഞ്ഞിരപ്പുഴക്കരയിൽ പേരാവൂർ ഗ്രാമം. മതസമന്വയത്തിൻ്റെയും വിശ്വാസ പുലിമയുടെയും കാലാതീത വർദ്ധിതങ്ങളായ നിറസംജ്ഞകൾ എന്നും. അധ്വാന മഹിമയുടെയും ആൾക്കരുത്തിൻ്റെയും കാഴ്ചകൾ. പേരാവൂരിൽ നിന്നും ഒരു വിളിപ്പാടകലെ തൊണ്ടിയിൽ ഗ്രാമത്തിലേക്ക് കടക്കുകയാണ്. കുടിയേറ്റ ഭൂമികയുടെ പ്രതീകം പോലെ കുരിശുപള്ളിയും സാധാരണ ജനങ്ങളും. പോയ കാലത്തിൻ്റെ സാക്ഷ്യപത്രം പോലെ ഗ്രാമത്തിലെ 2 നൂറ്റാണ്ടായി നിലനിൽക്കുന്ന കുടിനീർ കിണർ. മുല്ലപ്പള്ളി തോട്ടിൻകരയിലെ തുണ്ടുതുണ്ടായി കിടക്കുന്ന കരഭൂമിയാണ് പിന്നീട് തൊണ്ടിയിലായി മാറിയത്. കർഷകരുടെയും ചെറുകിട കച്ചവടക്കാരുടെയും ക്വാറിത്തൊഴിലാളികളുടെയും നാടായ ഇവിടെ ഇവരുടെ ധനകാര്യ അത്താണിയും വികസന ശക്തിയുമായി നിലനിൽക്കുന്ന സഹകരണ പ്രസ്ഥാനമാണ് തൊണ്ടിയിൽ സർവീസ് സഹകരണ ബാങ്ക്. ഐക്യനാണയ നിധിയിൽ നിന്നും സർവീസ് സഹകരണ ബാങ്കായി മാറി സാധാരണക്കാരുടെയും സഹകാരികളുടെയും ജീവിത നിലവാരത്തിലും വികസനത്തിലും വ്യതിയാനങ്ങളുമായി തലയെടുപ്പോടെ നിൽക്കുന്ന ഈ സഹകരണ സ്ഥാപനം അംഗീകാരത്തിൻ്റെയും അനുമോദനത്തിൻ്റെയും പുരസ്കാരത്തിൻ്റെയും നിറവിലാണ്. 2014 മുതൽ തുടർച്ചയായി ലാഭത്തിലേക്കും നിലവിൽ 7 കോടിയിൽ പരം രൂപ നീക്കിയിരിപ്പിലേക്കും എത്തിയ തൊണ്ടിയിൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ തലകുറി മാറിയത് 2014 സഹകാരിയും സാമൂഹിക സ്നേഹിയും വ്യവസായിയുമായ സണ്ണി സിറിയക് എന്ന ജനകീയ നേതാവ് പ്രസിഡന്റ് പദത്തിലേക്ക് എത്തിയതോടെയാണ്. ഏത് തിരക്കിലും പ്രതിസന്ധിയിലും ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ പ്രതിദിനം കണ്ടും വിലയിരുത്തിയും നിർദ്ദേശങ്ങൾ നൽകിയും നിയന്ത്രിച്ചും പ്രതിഫലേച്ഛയില്ലാതെ പ്രസിഡന്റ് പണിയെടുക്കുന്നതിൻ്റെ പരിണിത ഫലമാണ് ഈ വിജയമെന്ന് സഹകാരികളും സഹപ്രവർത്തകരും കരുതുന്നു. എങ്കിലും അവകാശവാദങ്ങളില്ലാതെ
പേരാവൂരിലെ നല്ലവരായ നാട്ടുകാരുടെ സഹകരണം ഈ സഹകരണ വിജയത്തിന് കാരണമായെന്ന് സണ്ണി ചൂണ്ടിക്കാട്ടുന്നു. എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്ക് സാധാരണക്കാർക്ക് എൻട്രി ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ സാമ്പത്തിക ശേഷിയുള്ള ആൾക്ക് മാത്രമേ അവിടെ ഒരു എൻട്രി ഉള്ളൂ ശരിക്ക്. അതേ സ്ഥാനത്ത് സഹകരണ ബാങ്കുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിൻപുറത്തുണ്ടായിരുന്ന സഹകരണ ബാങ്ക് പേരാവൂർ, തൊണ്ടിയിൽ, മണത്തണ, ഈ ചുറ്റുവട്ടത്തുള്ള ഈ പഞ്ചായത്തിൽ 3ഓളം ബാങ്കുകളുണ്ടായിരുന്നു. അതിൽ ഞങ്ങളുടെ പ്രദേശത്തുള്ള ബാങ്ക് തൊണ്ടി കോപ്പറേറ്റീവ് ബാങ്കാണ്. ആദ്യമായിട്ട് എനിക്ക് ഒരു ലോൺ കിട്ടുന്നത് 250 രൂപയാണ് തൊണ്ടി കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന്. ആ കാലഘട്ടത്തിൽ 1692 മെമ്പർ നമ്പർ ആയിക്കൊണ്ട് നമുക്ക് 7000-ഓളം മെമ്പർമാരുണ്ട് ഇന്ന്. ആ കാലഘട്ടത്തിൽ 250 രൂപ ആദ്യ മെമ്പർഷിപ്പ് എടുത്ത് ലോൺ വാങ്ങിച്ച ഒരാളാണ് ഞാൻ. സഹകരണം വേരോടിയ ഈ മണ്ണിൽ 1952 ഐക്യനാണയ സംഘത്തിലൂടെ ഈ പ്രസ്ഥാനം ബീജാഭാവം കൊള്ളുമ്പോൾ അത് ഇത്രമാത്രം വലിയ ഒരു പ്രസ്ഥാനമായി മാറുമെന്ന് ആരും കരുതിയില്ല. അതിൻ്റെ കാരണം ഇതൊരു മലയോര മേഖലയാണ്. ഈ പള്ളിയും പള്ളിക്കൂടങ്ങളുമാണ് ആ കാലഘട്ടത്തിൽ വന്നത്. അന്ന് നാട്ടിലെ സാമ്പത്തിക ശേഷിക്ക് സാഹചര്യം ഒരുക്കുന്നത് ഈ പ്രദേശത്തുള്ള പള്ളിയാണ് ഇതിനോട് മുൻകൈ എടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ബാങ്കിൻ്റെ തുടക്കം. ഇതിൻ്റെ ഒരു പ്രസിഡൻ്റായിട്ട് ആദ്യം വന്ന് ഈ പള്ളിയുടെ വികാരിയായിരുന്നത് ഫാദർ റോഡിക്സ് ആ അച്ഛനാണ് ഇതിൻ്റെ ഒരു പ്രസിഡൻ്റായിട്ട് വന്നത്. അപ്പോൾ എളുപ്പത്തിൽ കാര്യങ്ങൾക്ക് സാധാരണക്കാർ അന്ന് ഈ കൊടുക്കൽ വാങ്ങൽ സാഹചര്യമുള്ള കാലഘട്ടമല്ല. പക്ഷെ പറഞ്ഞു കേട്ടിരിക്കുന്ന അന്ന് ഏതെങ്കിലും ഒരു ആവശ്യത്തിന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നൊരു എളുപ്പത്തിൽ സാധാരണക്കാർക്ക് സാഹചര്യം ഒരുക്കുന്ന സഹകരണ പ്രസ്ഥാനം കൂടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പള്ളി അച്ഛന്മാർ ഇതിനുവേണ്ടി നേതൃത്വം കൊടുത്തതിലേക്ക്. കുടിയേറ്റ ഭൂമിയിൽ മലയോര കർഷകരുടെ നാട്ടിൽ പള്ളികളോട് ചേർന്ന് സാധാരണക്കാർക്കും കർഷകർക്കുമായി വിവിധോദ്ദേശ ഐക്യനാണയ സംഘം സ്വതന്ത്ര ഭാരതത്തിന് മുമ്പ് തന്നെ പ്രവർത്തിച്ചിരുന്നു. യഥാർത്ഥത്തിൽ തൊണ്ടിയിലെ സഹകരണ ബാങ്കായി മാറിയത് 1952 വേക്കുളം വിവിധോദ്ദേശ ഐക്യനാണയ സംഘമാണ്. ആ കാലഘട്ടത്തിൽ ഈ പള്ളി 1928 ഇവിടെ പള്ളി സ്ഥാപിച്ചിട്ടുണ്ട്. അന്ന് കോളയാട് എന്ന പ്രദേശത്ത് ഇവിടെ നിന്ന് അച്ഛന്മാർ വന്നു. അതിനുശേഷം തലശ്ശേരി രൂപത വന്നു. രൂപതയിൽ നിന്ന് അച്ഛന്മാർ ഇവിടെ സ്ഥിരം അച്ഛന്മാർ ആയി. ആ അച്ഛന്മാരുടെ നേതൃത്വത്തിലാണ് ഇങ്ങനൊരു ഐക്യനാണയ സംഘം എന്ന് രൂപീകരിച്ച് ഇതിന് തുടക്കം കുറിച്ചത്. അങ്ങനെ 1952 വേക്കളം ഐക്യനാണി നിധിയായിട്ടാണ് ഈ സംഘം രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. പേരാവൂർ ഇടവകയുടെ അന്നത്തെ വികാരിയായിരുന്ന റോഡ്രിക്സ് അച്ഛൻ ആദ്യ പ്രസിഡന്റായിട്ടാണ് ഈ സംഘം രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. പിന്നീട് 71 വേക്കളം ഐക്യനാണയ സംഘമായിട്ടും പിന്നീട് തൊണ്ടിയിൽ സർവീസ് സഹകരണ സംഘമായിട്ടും പേര് മാറിയെങ്കിലും പിന്നീട് 77 തൊണ്ടിയിൽ സർവീസ് സഹകരണ ബാങ്ക് ആയിട്ട് നമ്മുടെ ഈ സ്ഥാപനം രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് മെല്ലെ ജനങ്ങളുടെ ധനകാര്യ ആവശ്യങ്ങളിലേക്ക് കടന്നു കയറിയ ബാങ്ക് ലക്ഷ്യമിട്ടത് കൊള്ളപ്പലിശക്കാരിൽ നിന്നും സാധാരണ ജനങ്ങളെ മോചിതരാക്കുക എന്നതായിരുന്നു. ആദ്യകാല പ്രസിഡന്റുമാർ ഓർമ്മിച്ചെടുക്കുന്നതും ഈ പ്രയാസഘട്ടത്തെ എങ്ങനെ തരണം ചെയ്തു എന്നതായിരുന്നു. ഞാൻ ജോലി കയറുന്ന കാലത്തൊക്കെ അന്ന് ബാങ്കിന് സ്വന്തം ഫണ്ടില്ല. എല്ലാം ജില്ലാ ബാങ്കിൽ നിന്ന് തരുന്ന സഹായം, അതായത് 1 ലക്ഷം രൂപയിൽ താഴെ തരും. അത് പ്രധാന കൃഷിക്കാർക്ക് 250, 200, 100, 150 ഇങ്ങനെ 4 തരത്തിലായിട്ട് കൊടുത്തിട്ടുണ്ട്. കാർഷിക വായ്പകളായതുകൊണ്ട് മഴക്കാലം ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസം കൊണ്ട് ലോൺ വിതരണം കഴിയും. പിന്നെ പിടുത്തം വിളവെടുപ്പിന് ഡിസംബറിൽ, ജനുവരിയിൽ കശുവണ്ടി, മുളകിൻ്റെ സീസണിൽ തിരിച്ചടവ്. പിന്നെ അറ്റാത്ത ലോണിൻ്റെ കാര്യമായ പരിപാടികളൊന്നുമില്ല. അന്ന് ഒരു മെയിനായിട്ടൊരു വളരിപ്പ ഉണ്ടായിരുന്നു. അതിനുശേഷം 66 4 റേഷൻ കാർഡ് ഷാപ്പുകൾ വന്നു. ഒന്ന് തൊണ്ടിയിൽ, ഒന്ന് ഈരായിക്കൊല്ലി, ഒന്ന് പേരാവൂർ ടൗൺ, ഒന്ന് മുരിങ്ങോടി. അന്നൊക്കെ അവർക്ക് ഭയങ്കര ക്ഷാമമുള്ള കാലമായിരുന്നു. 88 കാലഘട്ടത്തിൽ ഇപ്പോൾ ഇവിടെ മുൻ സെക്രട്ടറി സൂചിപ്പിച്ച പോലെ പിന്നെ ഏറ്റവും വലിയ ലോൺ എന്ന് പറയുന്നത് പിന്നെ കാർഷിക ലോണ് 5000 രൂപയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്ന ആ ഭരണസമിതി, എൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വന്നപ്പോഴാണ് ഈ 5000 രൂപ നമുക്ക് വർദ്ധിപ്പിക്കണം, 5000 രൂപ ആളുകൾക്ക്, കൃഷിക്കാർക്ക് അന്നത്തെ ആ പ്രവർത്തന ചെലവൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ആ ബൈലോയിൽ 10000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. കാർഷിക ലോണുകൾ കൊടുക്കുന്നതാണ് നമ്മുടെ ഈ പ്രൈമറി ഈ സംഘങ്ങൾ കൂടുതൽ. മറ്റ് നാഷണലൈസ്ഡ് ബാങ്കുകൾ അല്ലെങ്കിൽ അർബൻ ബാങ്കുകളൊക്കെ കാർഷിക ലോണല്ല, അവർ അധികം വ്യവസായ ആവശ്യത്തിനുള്ളതും
ഒക്കെയുള്ള ലോണുകളാണ്. പക്ഷേ കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ ലോൺ കൊടുക്കുന്നതും നബാർഡിൻ്റെ ഫണ്ട് കിട്ടുന്നതും ഈ സംഘങ്ങൾക്കാണ്. അങ്ങനെ അതുകൊണ്ട് നമുക്ക് കർഷകരെയാണ് കൂടുതൽ സഹായിക്കുന്നതിന് വേണ്ടി എന്നുള്ള പ്രവർത്തനം കൂടുതൽ ശതമാക്കി. ബാങ്കിന്റെ ഉപയോഗം ഉണ്ടായിട്ടുണ്ട്. കർഷകർക്ക് പന്നി വളർത്താനായിട്ടും പശു വളർത്താനായിട്ടും കോഴി വളർത്താനായിട്ടും എല്ലാം പൈസ സാമ്പത്തിക സഹായം കൊടുത്ത് മുന്നേറുന്നു. ഇഷ്ടം പോലെ ആളുകൾക്ക് ഈ ബാങ്ക് കൊണ്ട് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട്. കർഷകർ ഏത് സമയവും ലോണിന് വന്നാലും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇല്ല എന്നുള്ളൊരു വാക്കില്ല. അങ്ങനെ ജനകീയമായി തുടങ്ങിയതോടെ ബാങ്ക് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. 1977 തൊണ്ടിയിൽ സർവീസ് സഹകരണ ബാങ്കായി തീർന്ന ഈ സ്ഥാപനം 2014 വരെ നഷ്ടത്തിൻ്റെ കണക്കുകളാണ് നിരത്തിയത്. ഇത് 1952 തുടങ്ങിയെങ്കിൽ പോലും ഈ മേഖല തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറി പറഞ്ഞ ജനങ്ങളെല്ലാം കൃഷിക്കാരായിരുന്നു. ആ കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി കൊടുത്താലും കിട്ടുന്നൊരു മാർഗത്തിൽ അല്ലാണ്ട് ബാങ്കിലേക്ക് കൊണ്ട് സ്വരൂപിക്കാനോ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട കാലഘട്ടം അവിടെ ഇന്നില്ല. ഞാൻ പ്രസിഡൻ്റായി ഒരു 10 വർഷം മുൻപ് വരെ 60 വർഷക്കാലം കൊണ്ട് ഈ ബാങ്കിൻ്റെ മൊത്തം ഡെപ്പോസിറ്റും ലോൺ ഔട്ട്സ്റ്റാൻഡിങ് 20 കോടി രൂപയിൽ നിന്ന് ഒരു 7 കോടി രൂപ നഷ്ടവും 20% ഓവർ ഡി എന്ന് നിൽക്കുന്നൊരു കാലഘട്ടത്തിലാണ് ഞാൻ അതിൻ്റെ പ്രസിഡൻ്റായിട്ട് ചാർജ് എടുക്കുന്നത്. 2014 എന്നാൽ അച്ചടക്കത്തോടെയുള്ള പ്രവർത്തനവും അർപ്പണ മനോഭാവമുള്ള ജീവനക്കാരുമാണ് ബാങ്കിന് കൈക്കരുത്തായത്. 7 കോടിയോളം രൂപ നഷ്ടത്തിലായിരുന്ന 2014 പുതിയ പ്രസിഡന്റ് സണ്ണി സിറിയെ കൊണ്ടുവന്ന കുറി സമ്പ്രദായം ബാങ്കിന്റെ തലകുറി തന്നെ മാറ്റിവരയ്ക്കാൻ പോകുന്നതായിരുന്നു. ഈ പ്രസിഡന്റിൻ്റെ റോള് ചെറുതല്ല. ഇതിനെ നമ്മൾ ഈ കാർഷിക മേഖലയിൽ നിന്ന് മാറ്റി ഒരു ബിസിനസ് രംഗത്തേക്ക് ഇതിനെ മാറ്റണം. അങ്ങനെ ഞങ്ങൾ മറ്റു പല ബാങ്കുകളുമായിട്ട് ഇതിനെപ്പറ്റി പഠിച്ചു. ഡെപ്പോസിറ്റ് എങ്ങനെ സ്വീകരിക്കാം, അല്ലെങ്കിൽ ഒരു സഹകരണ പ്രസ്ഥാനം തകർച്ചയുടെ ഒരു കാലഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ ഒരു ആളുകളും സഹകരണ ബാങ്കുകളിൽ പോയി ഡെപ്പോസിറ്റ് തരികയില്ല. അങ്ങനെയാണ് ഞങ്ങൾക്ക് ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് ഞങ്ങൾ ലോണ് ആയിട്ട് പൈസ എടുക്കും. 1 കോടി 2 കോടി 5 കോടിയൊക്കെ അവിടെ നിന്ന് കടം വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന മാർജിനും കൂടെ ഞങ്ങളുടെ പ്രോഫിറ്റിലേക്ക് ബിസിനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ഒരു മനസ്സ്. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആളുകൾ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഈ 10% പലിശയ്ക്ക് ലോൺ വാങ്ങിച്ചിട്ട് ഈ ഡെപ്പോസിറ്റുകാരുടെ ഡെപ്പോസിറ്റ് നിങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് പകരം ലോൺ വാങ്ങിച്ചിട്ട് ലോൺ കൊടുക്കുന്നത് എന്താണ്? അപ്പം ഞാൻ അതിനകത്ത് കണ്ടത്, ഈ കിട്ടുന്നതിൻ്റെ അകത്ത് ഒരു 10 കോടി രൂപ ലോൺ എടുത്തു കഴിഞ്ഞാൽ 10 കോടി ഡെപ്പോസിറ്റ് ഇവിടെ നമുക്ക് കിട്ടാൻ സാധ്യത കുറവ്. അപ്പോൾ 10 കോടി ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് 12.5% വിറ്റ 2.5% പ്രോഫിറ്റ് ഉണ്ട്. 1 കോടിക്ക് നമുക്ക് 2.5 ലക്ഷം രൂപ കിട്ടിയ 10 കോടിക്ക് 25 ലക്ഷം രൂപ കിട്ടും. അപ്പോൾ എൻ്റെ മൈൻഡിൽ അതിലേക്ക് കയറി. അങ്ങനെ ഞങ്ങൾ ഈ ഗ്രൂപ്പ് ഡെപ്പോസിറ്റ് സ്കീമിലേക്ക് കയറി. 14 ബാങ്കിന്റെ നഷ്ടം 7 കോടിയോളം രൂപയ്ക്ക് അടുത്തെത്തിയിരുന്നു. വെറും 20 കോടി ഡെപ്പോസിറ്റ് ഉള്ള കാലത്താണ് 7 കോടി നഷ്ടം എന്നുള്ളത് നമ്മൾ ഓർക്കണം. ആ ഒരു അവസരത്തിലാണ് കുറികൾ ഇവർ ഡയറക്ടർ ബോർഡിന്റെ ഒക്കെ ഒരു ട്രെയിനിങ്ങിൽ പോയി വന്നപ്പോൾ അന്നത്തെ പ്രസിഡന്റും ഡയറക്ടർമാർ ഒരു ട്രെയിനിങ്ങിന് പോയി വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ആശയം പറഞ്ഞത്. അതിനു വേണ്ടിയിട്ട് വിവിധ ബാങ്കുകളിൽ അന്ന് ക്ലർക്കായിരുന്ന ഞാൻ തന്നെയാണ് പോയി പഠിച്ചതും കാര്യങ്ങളൊക്കെ. അത് നമ്മൾ ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തത് നമ്മുടെ സാധാരണ നാട്ടിലുള്ള കുറികളെ പോലെയുള്ള വിളിക്കുറികളായിരുന്നു. പിന്നീട് അത് കുറെ എണ്ണം വളരെ ലാഭകരമായി നടത്തി. അതിൻ്റെ ഇടയ്ക്കാണ് GST എന്നുള്ളത് വന്നത്. അന്നേരമാണ് മറ്റൊരു പുതിയ കുറിയുടെ മോഡലിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചത്. പല ബാങ്കുകളിലും അങ്ങനെ ചെറുതായിട്ട് നടത്തുന്നുണ്ട് എന്നറിഞ്ഞ് അത് പോയി പഠിച്ചു. അതാണ് ഗ്രൂപ്പ് ഡെപ്പോസിറ്റ് ആൻഡ് ക്രെഡിറ്റ് സ്കീം. അതാണ് ഇപ്പോൾ നമ്മുടെ ഒരുപക്ഷെ ബാങ്കിന്റെ തലവര തന്നെ മാറ്റിമറിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് ഡെപ്പോസിറ്റ് വരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ ജില്ലാ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഇവിടെ വെക്കും. ഈ കർഷകർക്ക് ആവശ്യമായ കൃഷിക്കാരനോ ബിസിനസ്സുകാരനോ വന്നു കഴിഞ്ഞാൽ അവർക്ക് അന്നേരം തന്നെ 3 അടവടച്ചാൽ ലോൺ കൊടുക്കുന്ന സാഹചര്യത്തിൽ. അപ്പോൾ 1 കോടി എന്നുള്ളത് നമ്മൾ 5 കോടിയിലേക്ക് ഒരു വ്യക്തിക്ക് ഇപ്പോൾ 1 കോടി രൂപ വേണമെങ്കിൽ അവർ 12 കോടി ചേർന്ന് കഴിഞ്ഞാൽ 12 കോടി എന്ന് പറഞ്ഞാൽ 96 ലക്ഷം രൂപ അന്നേരം തന്നെ അവർക്ക് ലോൺ കൊടുക്കുകയാണ്. അപ്പോൾ എവിടെ ഒരു ബാങ്കുകാർക്കും ചെയ്യാൻ കഴിയാത്തൊരു ആത്മധൈര്യം പ്രസിഡന്റിനും സെക്രട്ടറി ശ്രീ ജോജോയും കൂടെ ഉൾപ്പെടെ ഭരണസമിതി ഞങ്ങളും ജീവനക്കാർ ഒറ്റ മനസ്സായി ഒരു ധൈര്യത്തിൽ ഇറങ്ങിയപ്പം ഡിപ്പാർട്ട്മെന്റ് പൂർണ്ണ പിന്തുണ നൽകി. കൂടുതൽ പേർ അങ്ങനെ ബാങ്കുമായി അടുത്തു. ഒപ്പം ഔട്ട്ഡോർ കളക്ഷനും കൂടി. 3 ചിട്ടി അടച്ചാൽ അതുവഴി ലോൺ എടുക്കാമെന്ന ആശയത്തിന് വ്യാപക പിന്തുണയും ലഭിച്ചു. ചെറുകിട കച്ചവടക്കാരും കർഷകരും മക്കളെ പഠിപ്പിക്കാനായി കൂലിത്തൊഴിലാളികൾ വരെ ഇതിന്റെ ഭാഗമായി. അങ്ങനെ ഡോർ കളക്ഷനും കൂടി. ചേക്കളം വില്ലേജും വെള്ളറപ്പള്ളി 2 വില്ലേജിൻ്റെ ഉള്ളിൽ നിന്നിട്ട് വേണം ഞങ്ങൾക്ക് ഈ ലോൺ കൊടുക്കാൻ സാധിക്കാമെന്ന് പറഞ്ഞപ്പം ഇരിട്ടി താലൂക്ക് ഞങ്ങൾക്ക് അനുവദിച്ചു തന്നു.
ഞാനൊരു PWD കോൺട്രാക്ടറാണ്. മറ്റു മേഖലകളുടെ ബിസിനസ് രംഗത്തും പല മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. എനിക്കറിയാം നാഷണലൈസ്ഡ് ബാങ്കിൽ പോയിട്ട് എല്ലാവരും 50 കോടിയും 10 കോടിയും 1 കോടിയും 2 കോടിയും 50 ലക്ഷം ലോൺ എടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ട് നമ്മുടെ ബാങ്കുകൾക്ക് വലിയ നല്ല കൃത്യമായി തിരിച്ചടയ്ക്കാൻ കഴിയുന്ന ആൾക്ക് കൊടുക്കാൻ പറ്റും? അപ്പോൾ താലൂക്കിനെ മാറ്റി വില്ലേജ് മാറ്റി താലൂക്ക് കിട്ടി. അപ്പോൾ ഇരിട്ടി താലൂക്ക് കിട്ടിയപ്പം ഞങ്ങൾ നേരെ തലശ്ശേരി താലൂക്കിനോട് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് തലശ്ശേരി താലൂക്കിനോട് ജോയിൻ്റ് രജിസ്ട്രാർഡ് അനുവദിച്ചു. അപ്പോൾ 2 താലൂക്കുകളിൽ ബിസിനസ് രംഗത്ത് മറ്റ് മരമില്ലുകൾ നടത്തുന്നവർക്ക്, ക്രഷർ മേഖല നടത്തുന്നവർക്ക്, അല്ലെങ്കിൽ ഹോട്ടൽ വ്യവസായം നടത്തുന്നവർക്ക്, അങ്ങനെ പല പല മേഖലകളിലുള്ള ബിസിനസ്സുകാർക്ക് ഞങ്ങൾക്ക് ലോൺ കൊടുക്കാൻ സാധിച്ചു. പണ്ട് തൊട്ടേ ഇവിടെ കളക്ഷൻ ഗേൾസ് ഉണ്ട്. അവർ ചെല്ലുമ്പം അമ്മമാരാണ്, വീട്ടമ്മമാർക്ക് അവരുടെ ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പം ഞാനൊക്കെ പഞ്ചായത്ത് മെമ്പറായിട്ട് 10 വർഷം ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയും നമ്മുടെ തലയ്ക്കൊരു കൈ നമുക്കൊക്കെ താങ്ങണം. അപ്പം നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു വിഹിതം നമ്മൾ സേവിങ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് ഇവർ ചെല്ലുന്നതുകൊണ്ട് ഇവർക്ക് പുറത്തേക്ക് പോകണ്ട, എല്ലാം മേടിച്ച് കൃത്യമായിട്ട് റിസീപ്റ്റും കൊടുത്ത് അവർ വരുമ്പോൾ അവർക്ക് വലിയൊരു എമൗണ്ട് ആകുമ്പോൾ അവർ അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അത് നല്ലൊരു പ്രയോജനമായിട്ട് സ്ത്രീകൾക്ക് തോന്നുന്നു. ദൂരോട്ടൊന്നും പോകണ്ട, ബാങ്കിലിടണ്ട, കാവൽ നിൽക്കണ്ട, എല്ലാം ഒരു സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകുന്നു. ഹലോ, കർഷകരായിരുന്നു പ്രഥമ ലക്ഷ്യമെന്നതുകൊണ്ട് തന്നെ ചിട്ടിയും മറ്റു വായ്പകളും വർദ്ധിച്ചപ്പോഴും ബാങ്ക് മണ്ണിന്റെ മക്കളെ മറന്നില്ല. അവരിലേക്ക് ഇറങ്ങിച്ചെന്നും കർഷകരുമായി സംവദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയും വായ്പയും മറ്റ് സഹായങ്ങളും ബാങ്ക് നൽകി. വിവിധ വിളകൾ കൃഷി ചെയ്യുന്ന രവീന്ദ്രനെ തന്നെ ഉദാഹരണമായി കാണിക്കാം. തൊണ്ടിയിൽ സഹകരണ ബാങ്കിന്റെ ഒരു വിളിപ്പാടകലെ മണത്തണയിൽ 7 ഏക്കറിലധികം കൃഷി ചെയ്യുന്ന രവിയേട്ടന് ബാങ്ക് അധികൃതരുടെ സഹായം എന്നും ഊർജമാണ്. അധ്വാനത്തിന്റെ തണലിൽ വിവിധ വിളവുകൾ കൊയ്തെടുക്കുന്ന രവിക്ക് വെണ്ടയും മത്തനും കൈതച്ചക്കയുമൊക്കെ 100 മേനി വിളയിക്കാൻ സഹായകമാകുന്നത് തൊണ്ടിയിൽ സഹകരണ ബാങ്കിന്റെ വായ്പാ പദ്ധതികളാണ്. ഇവിടെ ഈ പ്ലോട്ടിൽ പച്ചക്കറിയാണ് ചെയ്യുന്നത്. അപ്പോൾ പച്ചക്കറി ഒരു 4-5 ഐറ്റം പച്ചക്കറികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി പ്ലോട്ടുകളിലൊക്കെ വാഴയും പൈനാപ്പിളും പപ്പായ അങ്ങനെയുള്ള സാധനങ്ങൾ, നെല്ലടക്കമുള്ള സാധനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ ഫുൾ ടൈം കൃഷിയാണ്. തൊണ്ടിയിൽ ബാങ്ക് ഇങ്ങോട്ട് വരിക ചെയ്തത്, നമ്മൾ കൃഷിക്കാരാണ്, കുറേ വർഷങ്ങളായിട്ട് കൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ തൊണ്ടി ബാങ്ക് പുതിയൊരു സംവിധാനം നടപ്പിലാക്കുന്നുണ്ട്. അവർ കർഷകരെ ഉൽപ്പന്നങ്ങൾ എടുക്കാനും വിപണനം നടത്താനുള്ള ഒരു സംവിധാനങ്ങൾ ഏർപ്പെടുത്താക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വന്ന് കാണുക ചെയ്തത്. അപ്പോൾ അവരുമായിട്ട് സഹകരിച്ച് അവർ നമുക്ക് കൃഷി ഇറക്കാനുള്ള വായ്പയും കാര്യങ്ങളും ഒക്കെ തന്നു. അപ്പോൾ നമ്മൾ ഇപ്പം പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. അവർ സാധനങ്ങളൊക്കെ എടുക്കാനും വിപണനം ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് ഈ വിപണനം നടത്താനുള്ളൊരു വിഷമാണ് സാധാരണ ഉണ്ടാകാറ്. അപ്പോൾ അതിനുള്ള സംവിധാനം അടക്കം അവർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രധാനമായും നമ്മൾ കാർഷിക വായ്പ ഈ മേഖലകളിൽ നമ്മുടെ ബാങ്കിന്റെ 130 കോടി ലോൺ ഔട്ട്സ്റ്റാൻഡിങ്ങിൽ 15 കോടിയോളം രൂപ നമുക്ക് കാർഷിക വായ്പ തന്നെയുണ്ട്. KCC സ്കീം പ്രകാരമാണ് നമ്മൾ കാർഷകർക്ക് വായ്പ കൊടുത്തിട്ടുള്ളത്. 6% പലിശ നിരക്കിൽ നമ്മൾ കൊടുക്കുന്നു. അതിൽ 3% ഇൻട്രസ്റ്റ് സബ്വെൻഷൻ കിട്ടിയതിന് ശേഷം 3% മാത്രമേ ആളുകൾക്ക് അടയ്ക്കേണ്ടി വരുന്നുള്ളൂ. ബാക്കി 3% കൂടി കേരള ഗവൺമെന്റ് ഭാവിയിൽ തരും എന്നുള്ള ഉറപ്പിലാണെങ്കിൽ 0% ഇൻട്രസ്റ്റിലാണ് നമ്മൾ കാർഷിക ലോണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വിവിധ വിളകൾക്കൊപ്പം മത്സ്യകൃഷിയും പരീക്ഷിച്ചു വിജയിച്ച ജോർജ് സഹർഷമാണ് നമ്മെ സ്വീകരിച്ചത്. വീട്ടിന് പിന്നിലെ 700 സ്ക്വയർ ഫീറ്റ് കൃത്രിമ തടാകത്തിലെ മത്സ്യസമ്പത്ത് നമുക്കായി കാണിച്ചു തന്നു. 2-3 കിലോ ഭാരമുള്ള മത്സ്യങ്ങൾ വിളവെടുപ്പിന് തയ്യാർ. ബാങ്കിന്റെ അവസരോചിതമായ സഹായത്തെക്കുറിച്ച് പറയാൻ ജോർജ് മടിച്ചില്ല. ഞാൻ സഹകരണ ബാങ്കിൽ നിന്ന് എനിക്ക് ലോണുണ്ട്. ഈ കാര്യങ്ങൾക്ക് മുതൽ മുടക്കാൻ വേണ്ടിയിട്ട് പൈസ തികയാതെ വന്നപ്പോൾ അവിടെ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. അത് എനിക്കിതിന് മൂലധനം തികയാതെ വന്നപ്പോൾ ഞാൻ ജോജോനെ തൊണ്ടി സഹകരണ ബാങ്കിൽ സമീപിക്കുകയും അവരെനിക്കതിന് ബാക്കി മുടക്കാനുള്ള ലോണായിട്ട് തരികയും ചെയ്യാം. എനിക്ക് ഫിഷറീസിൽ നിന്ന് ധനസഹായമുണ്ട്. ഇതിന് 7 ലക്ഷം രൂപ മുതൽ മുടക്കുള്ള സംഭവമാണ് ഇത്. അതിന് 40% സബ്സിഡി, ഏതാണ്ട് 3 ലക്ഷം രൂപ എനിക്ക് അവിടെ നിന്ന് നൽകിയിട്ടുണ്ട്.
അങ്ങനെ കർഷകരെ മുതൽ സാധാരണ ജനങ്ങളെ വരെ ഈ പ്രാദേശിക സഹകരണ സംവിധാനത്തിലേക്ക് എത്തിക്കുന്ന തൊണ്ടിയിൽ സഹകരണ ബാങ്കിന്റെ ശക്തിയും ഊർജവും അർപ്പണതയോടെ പ്രവർത്തിക്കുന്ന ഡയറക്ടർ ബോർഡാണ്. 7 കോടി രൂപ നഷ്ടവും 20% വായ്പാ കുടിശ്ശികയും ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് ബാങ്കിന് 2,14,00,000 രൂപ പ്രവർത്തന ലാഭവും 1.5% മാത്രം വായ്പാ കുടിശ്ശികയുമാണുള്ളത്. 100 കോടി രൂപ നിക്ഷേപവും 139 കോടി രൂപ വായ്പാ ബാക്കി നിൽപ്പുമാണ് ബാങ്കിനുള്ളത്. ഈ ബാങ്ക് സഹകരണ വകുപ്പിന്റെ ക്ലാസിഫിക്കേഷനിൽ ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡിന് അർഹത നേടിയതും ഇതുകൊണ്ട് തന്നെയാണ്. അവിടെയാണ് ഈ ഭരണസമിതി അംഗങ്ങളുടെ കഴിവും പ്രാധാന്യവും വെളിവാകുന്നത്. 2014 ശേഷമാണ് ഒരു എടുത്തുചാട്ടം കുളിച്ചുചാട്ടം പോലെ കയറിയത്. അങ്ങനെ 2014 മുതൽ വളച്ചിലോട്ട് വന്നു. അപ്പം താഴെ ഒരു കർഷകരുടെ ഉൽപ്പന്നങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു. കൃഷിക്കാർ എന്ത് സാധനം കൊണ്ടുവന്നാലും, വാഴയില കൊണ്ടുവന്നാലും പിടിക്കും, ചക്ക കൊണ്ടുവന്നാൽ പിടിക്കും, എന്ത് സാധനം കൃഷിക്കാരുടെ ഏത് സാധനം കൊണ്ടുവന്നാൽ മേടിക്കും, തിരിച്ചു കൊടുക്കുകയും ചെയ്യും. നല്ല രീതിയിൽ പ്രവർത്തിക്കും ഞങ്ങളുടെ. കാരണം കൊണ്ടോ ഓരോ ദിവസവും മെച്ചപ്പെട്ട കാര്യങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം അടയ്ക്കാൻ മേലാത്ത ഒരു ലോണാണെങ്കിൽ അവർ നിസ്സഹായ അവസ്ഥയിലാണെങ്കിൽ ബാങ്ക് തന്നെ ജീവനക്കാരും ഭരണസമിതി എല്ലാവരും ഒത്തിച്ചുകൊണ്ട് പ്രസിഡന്റ് തന്നെ പ്രസിഡന്റിന്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്ത് സഹായിച്ചിട്ടുണ്ട്. പ്രസിഡന്റിനെ സംബന്ധിച്ചുള്ള ഒരു ഓണറേറിയം പുള്ളി മേടിക്കുകയില്ല, പ്രസിഡന്റ് മേടിക്കുകയില്ല. അതെല്ലാം ഒന്നുകിൽ ചികിത്സാ സഹായം, അല്ലെ ഒരാൾ വീട് വെക്കാൻ സഹായം, അങ്ങനെ അടച്ചു തീർക്കാൻ എല്ലാം പ്രസിഡന്റ് കൈകാര്യം ചെയ്യുന്നു. ഇന്ന് ഇത്രയും കാലമായിട്ട് പ്രസിഡന്റ് ആയി കഴിഞ്ഞ ശേഷം പ്രസിഡന്റ് ഓണറേറിയം ഇന്നുവരെ മേടിച്ചിട്ടില്ല. ഇങ്ങനെ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഓവർഡ്യൂ ഒക്കെ അങ്ങനെയൊക്കെ കുറയ്ക്കുന്നത് കുറെ. പിന്നെ അദാലത്തുകൾ ക്രമമായിട്ട് സംഘടിപ്പിക്കുന്നു. അങ്ങനെ വിജയത്തിന്റെ നേർവഴിയിലേക്ക് എത്തിയ ജനങ്ങളുടെ തൊണ്ടിയിൽ സഹകരണ ബാങ്ക് കൂടുതൽ ആവശ്യങ്ങൾ നാട്ടുകാർക്ക് വേണ്ടി സാക്ഷാത്കരിക്കപ്പെടുകയാണ്. മാത്രമല്ല, സാമ്പത്തികമായി പ്രവർത്തനം മന്ദീഭവിച്ച് നിക്ഷേപകരെ കൈയൊഴിഞ്ഞ പൂളക്കുറ്റി സഹകരണ ബാങ്ക് നിയമപ്രകാരം ഏറ്റെടുക്കുവാനും തൊണ്ടിയിലിന് കഴിഞ്ഞിരിക്കുന്നു. അവയെക്കുറിച്ച് അടുത്ത ഭാഗത്തിൽ പറയാം.